നല്ല ചൂടുണ്ട്, കൈയോടെ കഴിച്ചു. ആ മാനേജർ വീണ്ടും ഉണക്കാക്കി. ചൂടിലാണല്ലോ. ഇപ്പം സ്ഥിരം പരിപാടിയാ. എന്ത് ചെയ്താലും കുറ്റം എനിക്ക്. ഇന്ന് തന്നെ അയാൾ പറഞ്ഞിട്ടാണ് ക്ലയന്റ് സൈഡിൽ പ്രൊഡക്റ്റ് ഡെലിവറി കമ്മിറ്റ് ചെയ്തത്. എന്നിട്ട് പ്രൊഡക്റ്റ് സൈഡിൽ നിന്ന് ഡിലേ ആയതിനോ കുറ്റം എനിക്ക്. നീ ഇങ്ങനെ ശോകമാകല്ലേ. എല്ലാവർക്കും നല്ല ഹാപ്പി ജോബാ, എനിക്ക് മാത്രം. ഇന്ന് തന്നെ ചെയ്യാത്ത കുറ്റത്തിനാണ് എല്ലാവരെയും മുന്നിൽ വെച്ച്. നീ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇതൊക്കെ 2 കൊല്ലം കഴിഞ്ഞാൽ ഒരു തമാശയായിട്ട് തോന്നും. ഇപ്പൊ തന്നെ 2 കൊല്ലം മുന്നേ സംഭവിച്ച കാര്യങ്ങൾ നമുക്കിവിടെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ? ഈ സമയം കടന്നു പോകും. നീ എന്തൊക്കെയാ പറയുന്നത്? ചുമ്മാ ഒരു ബുക്ക് വായിച്ചോന്നൊക്കെ പറഞ്ഞോളൂ. എനിക്കിത് തന്നെയാണോ? നീ ഡൗൺ ആണെന്ന് കരുതി ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ പറയുന്നൊന്ന് കേട്ടാൽ മതി. അല്ലാണ്ട് ചുമ്മാ 2 വർഷം മുന്നേ 2 വർഷം ശേഷം പിന്നല്ലാതെ ഇങ്ങനെ സങ്കടാതെയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ വിട്ടിട്ട് സൊല്യൂഷനെ പറ്റി ചിന്തിക്കുക. എന്നാൽ നീ സൊല്യൂഷൻ പറ. ഞാൻ ഈ ജോലി വിട്ട് വേറെ ജോലിക്ക് പോകണമായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം നിർത്തിയിട്ട് വീട്ടിലിരിക്കണമായിരിക്കും. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും ഒരു സൊല്യൂഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? നീ പറ, പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് എന്നെ കേട്ടിരുന്നാ മതി. നമുക്ക് നന്നായിട്ട് സങ്കടം വരുമ്പോൾ നമ്മളത് പിടിച്ചു നിർത്താതെ എവിടെയെങ്കിലും ഇരുന്ന് കരഞ്ഞു തീർക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഇല്ലേ? നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് അതാ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറെ നാളായിട്ട് പക്ഷെ നിനക്ക് എന്നെ കേൾക്കാൻ പോലും താല്പര്യമില്ല. നീ മാനേജറിന്റെ കാര്യം പറ, നമുക്ക് മാനേജറിനെ പൊട്ടിച്ചാലോ? നീ ബാക്കി പറ, വേറെ എന്തൊക്കെയുണ്ടായാലും.